യുക്രൈനിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ. തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് അതിശക്തമായ ആക്രമണമാണ് യുക്രൈനിൽ റഷ്യ നടത്തിയത്. സംഭവത്തിൽ 6ഓളം പേർ കൊല്ലപ്പെട്ടതായും കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയാണ് അറിയിച്ചത്. തലസ്ഥാനമായ കീവ്, പോളണ്ട് അതിർത്തിയിലെ പടിഞ്ഞാറൻ നഗരമായ ലിവ്വ്, ഒഡീസയിലെ ബ്ലാക്ക് സീപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആക്രമണമുണ്ടായെന്നും സെലൻസ്കി വ്യക്തമാക്കി. യുക്രൈന്റെ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ 23ഓളം തവണ ആക്രമണമുണ്ടായതായി പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവും അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ ആരംഭിച്ച ആക്രമണം മണിക്കൂറുകൾ നീണ്ടുനിന്നതായി പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. കീവിന് നേരെ ഡ്രോൺ ബലിസ്റ്റിക് ആക്രമണമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈൻ സൈന്യം കീവിനെ ലക്ഷ്യമിടുകയാണെന്ന് കീവ് മേയർ അറിയിച്ചു. നഗരത്തിൽ നിന്ന് ഒന്നിലധികം തവണ സ്ഫോടന ശബ്ദം കേട്ടതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ ഭീഷണികളെ ചെറുക്കുന്നത് കണ്ടതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPയുടെ മാധ്യമപ്രവർത്തകനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച യുക്രൈനിലെ 20ഓളം സ്ഥലങ്ങൾക്ക് നേരെ 800ഓളം ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്ന് സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ സൈന്യം രാജ്യത്തെ പ്രതിരോധിക്കുന്നുണ്ടെന്നും റഷ്യയുടെ ലക്ഷ്യം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുക എന്നതാണെന്നും സെലൻസ്കി ടെലഗ്രാമിലൂടെ അറിയിച്ചു. യുക്രൈൻ നടത്തിയ തിരിച്ചടിയിൽ റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിൽ 2 പേർക്ക് പരിക്കേറ്റതായും 8 വീടുകൾക്കും വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. യുക്രൈനുമായുള്ള സമാധാന കരാറുമായി വ്യാപാര ബന്ധങ്ങൾ ബന്ധിപ്പിക്കുന്നത് നിർത്തിയാൽ മാത്രമേ അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ മോസ്കോ തയ്യാറാകൂ എന്ന് ക്രൈംലൈൻ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. വർഷങ്ങളായി ഉപരോധങ്ങളും യുക്രൈൻ സംഘർഷം മൂലമുണ്ടായ ദീർഘകാല പിരിമുറുക്കങ്ങളും ഉണ്ടായിരുന്നിട്ടും യുഎസുമായി സംയുക്ത നിക്ഷേപത്തിനും വ്യാപാര പദ്ധതികൾക്കും സാധ്യതയുണ്ടെന്ന് റഷ്യ കാണുന്നുണ്ട് എന്നാണ് ക്രൈംലൈൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമപ്രവർത്തകരുമായുള്ള തന്റെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഒരു യുക്രൈനിയൻ ഒത്തുതീർപ്പിൽ നിന്ന് വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനുള്ള സാധ്യതകളെ വേർപെടുത്താൻ അമേരിക്കൻ പക്ഷം തയ്യാറാകുന്നിടത്തോളം, അല്ലെങ്കിൽ ഒരു യുക്രൈനിയൻ ഒത്തുതീർപ്പ് സംഭവിക്കുന്നിടത്തോളം ഒരു മുഴുവൻ സാമ്പത്തിക പദ്ധതികളും നടപ്പിലാക്കാനുള്ള പാത തുറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായാണ് പെസ്കോവ് അറിയിച്ചത്. യുക്രൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തിമ ഒത്തുതീർപ്പിലേക്കുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്തിടെ സൂചിപ്പിച്ച സാഹചര്യത്തിലാണ് ക്രൈംലിന്റെ പ്രസ്താവനകളും പുറത്തുവരുന്നത്. 2022 യുക്രൈനിലെ പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിന് ശേഷം റഷ്യ ഏർപ്പെടുത്തിയ അമേരിക്കൻ ഉപരോധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയെ ഗണ്യമായി കുറച്ചിട്ടുമുണ്ട്. അതേസമയം തങ്ങളുടെ ആണവസേനയെ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റഷ്യ പുതിയ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലായ സർമാറ്റ് പരീക്ഷണം നടത്തിയതും വൻ വാർത്തയായിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനത്തോട് അടുക്കുകയാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് ഈ മിസൈൽ പരീക്ഷണം നടന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ മിസൈലാണിതെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമാന മിസൈലുകളെക്കാൾ 4 ഇരട്ടി പ്രഹരശേഷി ഇതിനുണ്ടെന്നുമാണ് പുടിൻ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.